കേരള കുംഭമേളയ്ക്ക് തുടക്കം. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പതാക ഉയർത്തി. 2.5 നൂറ്റാണ്ടിന് ശേഷമാണ് തിരുനാവായ മഹാമാഘ ഉത്സവം നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ടി.കെ. അരവിന്ദൻ തിരുനാവായയിൽ നിന്നും ചേരുകയാണ്. നിലയുടെ തീരത്ത് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. അരവിന്ദൻ, ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിശേഷാൽ പൂജകളും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഗവർണറാണ് പതാക ഉയർത്തിയത്. പതാക ഉയർത്തിയതോടുകൂടി മറ്റു ചടങ്ങുകളെല്ലാം തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ. രാജേഷ്, 2.5 നൂറ്റാണ്ടിന് ശേഷം തിരുനാവായയിൽ അരങ്ങേറുന്ന മഹാമാഘ ഉത്സവത്തിനുള്ള എല്ലാ കാര്യങ്ങളും അത് തുടങ്ങിക്കഴിഞ്ഞു. ഗവർണർ പതാക ഉയർത്തിയതോടുകൂടി, ഭഗവധ്വജം ഉയർത്തിയതോടുകൂടി അതിൻ്റെ വിളംബരമായി കഴിഞ്ഞു. ഇന്നു മുതൽ അടുത്ത ഫെബ്രുവരി 3-ാം തീയതി വരെ ഇവിടെ വിവിധ തരത്തിലുള്ള പ്രത്യേക പൂജകൾ നടക്കും. ഇതുവരെ നടന്നത് പ്രായശ്ചിത്ത കർമ്മങ്ങളായിരുന്നു. ഇനി ദേവതകൾക്കുള്ള പൂജകളാണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത്. ഓരോ ദിവസം ഓരോ ദേവതകൾക്ക് എന്നുള്ള തരത്തിലുള്ള പൂജകൾ ഇവിടെ നടക്കും. അങ്ങനെ 3 വരെ ഇത്തരം പൂജകൾ നടക്കും. അതിനുശേഷം 3-ാം തീയതി ആചാര്യന്മാർക്കുള്ള, ഋഷിമാർക്കുള്ള പൂജകൾ നടക്കും. അങ്ങനെ ആ യതി പൂജയോടുകൂടിയാണ് ഈ മഹാമഘത്തിൻ്റെ സമാപനം നടക്കുക. എന്തായാലും നമ്മുടെ സാംസ്കാരികമായ, പുരാതന കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു വീണ്ടെടുപ്പിനാണ് ഇപ്പോൾ തിരുനാവായ തുടക്കം കുറിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി, 2.5 നൂറ്റാണ്ടിലേറെ കാലമായി 1755 നിലച്ചുപോയ ആ മഹാമഘ ഉത്സവം വീണ്ടും തുടരുമ്പോൾ അത് നാട്ടുകാർ വളരെ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, ഇപ്പോൾ തന്നെ വിവിധ ആശ്രമങ്ങളിൽ നിന്നുള്ള ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. രാവിലെ ഇവിടെ ധ്വജാരോഹണം നടന്ന അതേ സമയത്ത് തന്നെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നുള്ള രഥയാത്ര ആരംഭിച്ചിട്ടുണ്ട്. 22-ാം തീയതി ആ രഥയാത്ര ഇവിടെ എത്തും. ഇന്നത്തെ ഏറ്റവും പ്രധാന നിളസ്നാനമാണ്. ഈ നിളസ്നാനത്തിൻ്റെ ഒരു പ്രത്യേകത, സപ്ത ദേവതകൾ ഇവിടേക്ക്, സപ്ത നദികൾ ഭാരതപ്പുഴയിൽ എത്തുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ തന്നെ ആ പുണ്യമായ നിളയിൽ കുളിക്കുക എന്നുള്ളത്, സ്നാനം ചെയ്യുക എന്നുള്ളൊരു പുണ്യകർമ്മമാണ്. ഇന്നു മുതൽ സ്നാനകർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഇത് കഴിയുന്നവരെ, മഹാമഘം കഴിയുന്നവരെ 3-ാം തീയതി വരെ നിള സ്നാനമുണ്ടാവും. ഒപ്പം ഇന്നു മുതൽ നിള ആരതിയും ഉണ്ടാവും. അങ്ങനെ നിളയെ, സപ്തനദികളെ പൂജിക്കുന്ന ആ ചടങ്ങ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നിളയിലൊന്ന് മുങ്ങിക്കുളിക്കുവാൻ, ഇവിടെ പൂജ ചെയ്യുവാൻ ഉള്ള സൗഭാഗ്യമാണ് എല്ലാവർക്കും വന്നു ചേർന്നിട്ടുള്ളത്. അതിനാൽ തന്നെ നിരവധി പേർ ഇവിടെ എത്തുന്നു. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. ദിവസേന ഒരു 50,000 പേരെങ്കിലും ഇവിടെ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഗവർണറാണ് ഇന്ന് പതാക ഉയർത്തിയത്. ഗവർണർ ഇതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് അച്ഛൻ, അമ്മ എന്നുള്ള പദങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. അത് മാറ്റി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് ഗവർണർ സൂചിപ്പിച്ചത്.